Myself Sindhuvi, Assistant Professor, Department of Civil Engineering, and I'll be dealing with the subject CE 361 Advanced Concrete Technology ACT. Okay. So I'll be starting with the module 1, and first of all let's see the syllabus of module 1. Okay, module 1 in the syllabus mainly two sections ആയിട്ടാണ് divide ചെയ്തിരിക്കുന്നത്. The first one is aggregates and the other one is a cement. Okay, first section aggregates അതിന്റെ types, different types of aggregates, its sampling, its testing and the production of artificial aggregates, അങ്ങനെയുള്ള aggregatesനെ പറ്റി പഠിക്കാനുള്ളതാണ് നിങ്ങളുടെ first section എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Second one is about the cement, okay, and it includes the different types of cement, its chemical composition, its properties, their testing, physical and chemical process of hydrations, and about the blended cement and all that. Means overall about the cement. Okay, അങ്ങനെ ഈ രണ്ട് സെക്ഷൻ ആയിട്ടാണ് module 1. Okay, that is aggregates and about cement. സോ നമുക്ക് കോൺക്രീറ്റ് എന്താ എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ മൊഡ്യൂളിലേക്ക് കടക്കാം. സോ കോൺക്രീറ്റ് ഇസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മാൻ മെയ്ഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറലി ഫോം ചെയ്യുന്നൊരു മെറ്റീരിയൽ അല്ല, മാൻ മെയ്ഡ്. ഓക്കെ, നമ്മൾ അതിന് പല ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് കോൺക്രീറ്റ്. സോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ സോളിഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് മേക്ക് ചെയ്യുന്നത്? സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻസ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് കോൺക്രീറ്റ് വേറെ എന്തെങ്കിലും മിക്സ് ആയിപ്പോകും. ഓക്കെ, സോ സ്യൂട്ടബിൾ പ്രൊപ്പോർഷൻസ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ. ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സിമെൻ്റ് ആക്കാം, ലൈം ആക്കാം. ഓക്കെ, പിന്നെ ഫൈൻ എഗ്രിഗേറ്റ്സ്. എഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലോ, കല്ലിനെയാണ് നമ്മൾ എഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. അത് ഫൈൻ എഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് കുറഞ്ഞതിനെയാണ് നമ്മൾ ഫൈൻ എഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. കോസ് എഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ലാർജ് എഗ്രിഗേറ്റ്സ് കല്ലിനെയാണ് നമ്മൾ കോസ് എഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് കോൺക്രീറ്റ്. ഓക്കെ, സംടൈംസ് admixtures may also be used to change the properties of concrete. admixtureും ചില സമയത്ത് നമ്മൾ ആഡ് ചെയ്യും ഈ കോൺക്രീറ്റിലേക്ക്. എന്തിനാണ് admixture ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു കോൺക്രീറ്റിന് ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ടാവും. ചില സമയത്ത് അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം, പെട്ടെന്ന് നമ്മളെ വർക്ക് എന്തെങ്കിലും ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ admixture ആഡ് ചെയ്യും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഫോർ സ്മോൾ പേയ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺക്രീറ്റ് എന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ചെറിയ പേയ്മെൻറ്റ്സിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ വലിയ വലിയ റൺവേസ്, എക്സ്പ്രസ് വേസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോൾ ഹട്ട്മെൻറ്റ്സ്, ചെറിയ ഹട്ട്മെൻറ്റ്സ് മുതൽ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കൾവേർട്സ് മുതൽ ലോങ് മൾട്ടി സ്പാൻ ബ്രിഡ്ജസ് വരെ കൺസ്ട്രക്ട് ചെയ്യാനും നമ്മൾ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, this is a schematic representation which shows water plus cement plus sand. Okay, the combination of water and cement and sand will give. സാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിഗേറ്റ്സ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞു കല്ലിനാണ് നമ്മൾ എഗ്രിഗേറ്റ്സ് എന്ന് പറയുക. ഇത് രണ്ട് ടൈപ്പ് ഓഫ് എഗ്രിഗേറ്റ്സ് ആണ് ഉള്ളത്, ഫൈൻ എഗ്രിഗേറ്റും കോസ് എഗ്രിഗേറ്റും. ഓക്കെ, നമ്മൾ ഫൈൻ എഗ്രിഗേറ്റ്സ് ചെറിയ തരികളായിട്ടുള്ളതിനാണ് ഫൈൻ എഗ്രിഗേറ്റ്സ് എന്ന് പറയാം. അതൊക്കെയാണ് വരുന്നത് സാൻഡൊക്കെ. അതുപോലെ തന്നെ കോസ് എഗ്രിഗേറ്റ്സിന് വലിയ എഗ്രിഗേറ്റ്സ്, വലിയ വലിയ കല്ലുകൾ, അതിനാണ് നമ്മൾ ഗ്രാവലൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ വാട്ടർ പ്ലസ് സിമെൻറ്റ് പ്ലസ് സാൻഡ്, ദാറ്റ് ഇസ് ഫൈൻ എഗ്രിഗേറ്റും വാട്ടറും സിമെൻറ്റും കൂടി ചേർന്നതിനെ നമ്മൾ മോട്ടർ എന്ന് പറയും. ഓക്കെ, ഈ മോട്ടറിൻ്റെ കൂടെ കോസ് എഗ്രിഗേറ്റ് ആയ ഗ്രാവൽ, എനി കോസ് എഗ്രിഗേറ്റ് ആവും, അത് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഗ്രാവൽ എന്നുള്ളത്. മോട്ടാർ പ്ലസ് എ ടൈപ്പ് ഓഫ് കോസ് എഗ്രിഗേറ്റ് ഗിവ്സ് കോൺക്രീറ്റ്. ഓക്കെ, ഈ കോൺക്രീറ്റിൻ്റെ കൂടെ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ്, നമ്മൾ സ്റ്റീൽ കമ്പിയുടെ കമ്പിയും കൂടെ, അതായത് സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന കോൺക്രീറ്റ് നമ്മൾ പറയുന്നത് റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ എന്താ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു, ഇനി കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് സിമെൻറ്റ്. സിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് എടുത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും എക്സ്പെൻസീവും ആണ്. നമ്മൾ ബാക്കി എല്ലാ മെറ്റീരിയൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിമെൻറ്റ് ഇസ് എ എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, എന്താണ് ഈ സിമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ് എഗ്രിഗേറ്റ്, ഞാൻ പറഞ്ഞു എന്താണ് എഗ്രിഗേറ്റ് എന്നുള്ളത്. അപ്പോൾ കോഴ്സ് എഗ്രിഗേറ്റിനെയും നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം എഗ്രിഗേറ്റ്
വലിയ മെറ്റൽ ഇടില്ലേ, നമ്മൾ മെറ്റൽ ഇടുന്ന പറയുന്നതൊക്കെ മെറ്റൽ പീസസ് ഇടും, അതാണ് കോസ് എഗ്രിഗേറ്റ് നമ്മൾ ഇടുന്നത്. പിന്നെ ഫൈൻ എഗ്രിഗേറ്റ് പൂഴി ഇടുന്നതാണ്, അതാണ് ഫൈൻ എഗ്രിഗേറ്റ്. ഓക്കെ, പിന്നെ സിമെന്റ് ഉണ്ടാവും, വെള്ളം, അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. സോ ഇറ്റ് ബൈൻഡ്സ്, നമ്മൾ സിമെന്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? ഇറ്റ് ബൈൻഡ്, അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബൈൻഡ്സ് എ കോസ് എഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ എഗ്രിഗേറ്റ് ഫോം എ ബൾക്കി സോളിഡ് മാസ്. ഓക്കെ, ഈ കോസ് എഗ്രിഗേറ്റ് മെറ്റൽ പീസും പിന്നെ ഈ സിമെന്റും അതുപോലെ തന്നെ പിന്നെ ഫൈൻ എഗ്രിഗേറ്റ്സ് ആയ പുഴയെല്ലാം കൂടെ തമ്മിൽ ബൈൻഡ് ചെയ്യിക്കാനാണ് നമ്മൾ സിമെന്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രെങ്ത് ടു കോൺക്രീറ്റിന് സഫീഷ്യൻറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് സിമെന്റ് ആണ്. It fills the voids between the coarse aggregate and fine aggregate and prevents the passage of water through the concrete. നമ്മളുടെ അഗ്രിഗേറ്റ്സ് എല്ലാം കൂടെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ പോർസും അതങ്ങളൊക്കെ ഉണ്ടാവില്ല, കുറേ അതിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കൂടെ വരും, കുറേ ഗ്യാപ്സും വോയിഡ്സ് ഒക്കെ ഉണ്ടാവും. വോയിഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസസ്, പോർസിനെയാണ് പറയുന്നത്. ഓക്കെ, ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നത് നമ്മളുടെ സിമെന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് എഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കല്ലിനെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് എ ഇനേർട്ട് ആൻഡ് ഗ്രാനുലർ ആൻഡ് ഇനോർഗാനിക് മെറ്റീരിയൽ ദാറ്റ് നോർമലി കൺസിസ്റ്റ് ഓഫ് സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റോൺ ലൈക്ക് സോളിഡ്സിനെയാണ് നമ്മൾ എഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ദ എഗ്രിഗേറ്റ് ഗിവ്സ്, എഗ്രിഗേറ്റിന് നമുക്ക് മനസ്സിലാക്കുക കണ്ടിട്ടുണ്ടെങ്കിൽ അത് വോളിയം തരുന്നു, നല്ല വലുതല്ലേ ഉണ്ടാവുക. അപ്പം ഇറ്റ് ഗിവ്സ് വോളിയം ടു കോൺക്രീറ്റ് ബിക്കോസ് ദേ ഓക്യുപ്പൈ മാക്സിമം സ്പേസ് ഇൻ ദ ടോട്ടൽ വോളിയം ഓഫ് കോൺക്രീറ്റ്. നമ്മളൊരു ഒരു ഏരിയ കോൺക്രീറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക അഗ്രിഗേറ്റ്സ് ആയിരിക്കും. സോ ഇറ്റ് ഗിവ്സ് എ ഷേപ്പ് ആൻഡ് occupies maximum space and gives a total volume of the concrete. അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് കോൺക്രീറ്റിൽ മാക്സിമം പോർഷനും നമ്മളുടെ അഗ്രിഗേറ്റ്സ് ആണ് ഫില്ല് ചെയ്യുന്നത്. മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ്സ് ആസ് ദീസ് ഇൻക്രീസസ് ദ വോളിയമെട്രിക് സ്റ്റെബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ആൻഡ് മേക്ക് ദ മിക്സ് ഡിസൈൻ മോർ എക്കണോമിക്കൽ. അതായത് നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് എഗ്രിഗേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ കോൺക്രീറ്റിൻ്റെ വോളിമെട്രിക് സ്റ്റെബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും ആൻഡ് മേക്ക് ദ മിക്സ് ഡിസൈൻ മോർ എക്കണോമിക്കൽ. നമ്മുടെ കോൺക്രീറ്റിൻ്റെ മിക്സ് ഡിസൈൻ എക്കണോമിക്കലായിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, തേർഡ് ഇൻഗ്രീഡിയൻറ്റ് ഇസ് വാട്ടർ. ഓക്കെ, വാട്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് റിക്വയർഡ് ഫോർ ഹൈഡ്രേഷൻ റിയാക്ഷൻ. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ദ മേജർ കോമ്പൗണ്ട്സ് ഇൻ സിമെൻറ്റ് form chemical bonds with water molecule and become hydrates or hydration products. നമുക്കറിയാം സിമെൻ്റായി കിടക്കുന്നുണ്ടാവും, വെള്ളം. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റിലുള്ള മേജർ കോമ്പൗണ്ട്സ് കെമിക്കലി ബോണ്ട് ഫോം ചെയ്യണമല്ലോ. വെള്ളം വേറെ പോകാൻ പാടില്ലല്ലോ, സിമെൻറ്റുമായിട്ട് അത് കമ്പൈൻ ചെയ്ത് നിൽക്കണ്ടേ. അപ്പം ആ ഒരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ സിമെൻറ്റിലുള്ള കോമ്പൗണ്ട്സ് വാട്ടർ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഹൈഡ്രേഷൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിയാക്ട്സ് വിത്ത് സിമെൻറ്റ് ആൻഡ് ഫോം സിമെൻറ്റ് പേസ്റ്റ്. അല്ല, നമ്മൾ വെള്ളം സിമെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സിമെൻറ്റ് എന്നുള്ള പൗഡർ ഫോമിൽ നിന്ന് അത് മാറി സിമെൻറ്റ് പേസ്റ്റ് ഫോമിലേക്കാവും. അതിനുശേഷം അത് എന്ത് ചെയ്യും? ടു ഫോം എ ബൈൻഡിങ് മീഡിയം ഫോർ എഗ്രിഗേറ്റ്. ആ ഒരു സിമെൻറ്റ് പേസ്റ്റാണ് പിന്നെ നമ്മൾ എഗ്രിഗേറ്റ്സിനെ ബൈൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസസ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. വെള്ളം നമ്മൾ കോൺക്രീറ്റിൽ കൂടുന്നതിനനുസരിച്ച് വർക്കബിലിറ്റിയും കൂടും കോൺക്രീറ്റിൻ്റെ. ഓക്കെ, പക്ഷേ സ്ട്രെങ്ത് കുറയും. അതായത് വർക്കബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിനെസ് ടു വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഈസിനെസ്സിനാണ് നമ്മൾ കോൺക്രീറ്റ് പെട്ടെന്ന് നമുക്ക് മേക്ക് ചെയ്യാനും പ്ലേസ് ചെയ്യാനും അതിനൊക്കെ ഈസിനെസ്സിനാണ് പറയുന്നത് നമ്മൾ വർക്കബിലിറ്റി. അപ്പം വെള്ളം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബട്ട് ഇറ്റ്സ് യൂസ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു മിനിമം ആസ് പോസിബിൾ കൺസിഡറിങ് ദ റിക്വയർമെൻറ്റ് ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ വിത്ത് സിമെൻറ്റ് ആൻഡ് വർക്കബിലിറ്റി ഓൺലി. ഇനി എക്സസ് ഓഫ് വാട്ടർ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വെള്ളം കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. വളരെ കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ലീഡ്സ് ടു ഇവാപ്പറേഷൻ, ലിവിങ് ക്യാപ്പിലർ. നമുക്കറിയാം കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വാപ്പറൈസ് ചെയ്ത് പോകും, ഇവാപ്പറേഷൻ സംഭവിക്കും. എന്നിട്ട് നമ്മളുടെ കോൺക്രീറ്റിൽ കാപ്പിലറി പോർസ് ഉണ്ടാകും അല്ലേ, കുറേ ഓട്ടകളായിട്ട് ഫോം ചെയ്യും, അവിടെ ഹോള് പോലെ കോൺക്രീറ്റിൽ ഫോം ചെയ്യും. അത് പിന്നെ നമ്മളുടെ ഉള്ളിൽ കോൺക്രീറ്റിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത് ഡ്യൂറബിലിറ്റിക്കൊക്കെ adversely affect ചെയ്യും. ഓക്കെ, ആൻഡ് ഫോർത്ത് കോമ്പോണൻറ്റ്, അതായത് ഫോർത്ത് ഇൻഗ്രീഡിയൻറ്റ് ഇസ് കോൾഡ് admixtures. admixtures എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷണൽ മാത്രമാണ്, ഓപ്ഷണലായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി ഉള്ള കോൺക്രീറ്റ്, നമ്മൾ മേക്ക് ചെയ്ത കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യണം അല്ലെ മോഡിഫൈ ചെയ്യണം, ലൈക്ക് സെറ്റിംഗ് ടൈം, വർക്കബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം അല്ലെ മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ മെറ്റീരിയൽ ആണ്, എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആണ് admixture. ഓക്കെ,
സോ നമ്മൾ കോൺക്രീറ്റ് എന്താണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ മൊഡ്യൂളിലേക്ക് കടക്കാം. അതായത് ഓരോ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് is the most important it gives body and stability. നല്ല സ്ട്രോങ് ആൻഡ് ഹാർഡ് ആയിട്ടുള്ള ഒരു വോളിയം ഉള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് അത് നമ്മുടെ കോൺക്രീറ്റിന് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഗിവ്സ് എ ബോഡി. അതുപോലെ ഇറ്റ് ഗിവ്സ് ഡ്യൂറബിലിറ്റി ടു കോൺക്രീറ്റ്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കാൻ, ഈ നീണ്ടു നിൽക്കാനുള്ള, പെട്ടെന്ന് ചീത്തയായി പോവാതെ കുറേ കാലം നിൽക്കാനുള്ള കഴിവാണ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിൾ എന്നൊക്കെ പറയുന്നത് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. റെഡ്യൂസ് ഷ്രിങ്കേജ്. ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ചുളുങ്ങി പോവാതിരിക്കും, ചുക്കി ചുളുങ്ങി പോവാതെ നല്ല ഉറപ്പായിട്ട് നിൽക്കും. ആൻഡ് എഫക്റ്റ് എക്കണോമി. ഓക്കെ, aggregate occupies നമുക്കറിയാം 70 to 80% ഓഫ് ദി വോളിയം ഓഫ് ദി കോൺക്രീറ്റും എഗ്രിഗേറ്റ് ആണ്. ഓക്കെ, എഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽ ആണ് വിച്ച് ആർ മിക്സ്ഡ് വിത്ത് ദ ബൈൻഡിങ് മെറ്റീരിയൽ സച്ച് ആസ് സിമെൻറ്റ് അല്ലെങ്കിൽ ലൈം ഫോർ മാനുഫാക്ചറിങ് ഓഫ് മോട്ടർ അല്ലെങ്കിൽ കോൺക്രീറ്റ്. മോട്ടർ എന്താണെന്നും കോൺക്രീറ്റ് എന്താണെന്നുള്ള ഡിഫറൻസ് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എഗ്രിഗേറ്റ് ഷുഡ് ബി സ്ട്രോങ്. പക്ഷെ നമ്മൾ ഈ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു എഗ്രിഗേറ്റ് എടുത്താൽ പോരാ, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്. ബിക്കോസ് വീക്ക്നെസ് ഓഫ് എഗ്രിഗേറ്റ് കാൺ മേക്ക് സ്ട്രോങ് കോൺക്രീറ്റ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു വീക്കായിട്ടുള്ള എഗ്രിഗേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് അല്ല കോൺക്രീറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡിംഗ് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റും വീക്കാവും. അപ്പോൾ നമ്മളുടെ ബിൽഡിംഗ് ഫെയിലിയർ ആവും. സോ നമ്മൾ എപ്പോഴും നല്ല സ്ട്രെങ്ത് ഉള്ള എഗ്രിഗേറ്റ് വേണം യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ദ സോഴ്സസ് ഓഫ് എഗ്രിഗേറ്റ്. എവിടെ നിന്നാണ് നമ്മളുടെ എഗ്രിഗേറ്റ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ സോഴ്സസ് എന്താണെന്നുള്ളത്. Almost all natural aggregate materials originate from the bedrock. Almost എല്ലാ aggregatesഉം rocks എന്നാണ് ഫോം ചെയ്യുന്നത്. There are 3 kinds of rocks, namely നമുക്കറിയാം igneous, നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും, igneous rocks, sedimentary rocks and metamorphic rocks ആയിട്ട് 3 കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷന് മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് റോക്സ്, എങ്ങനെയാണ് ഈ റോക്സ് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു മോഡ്, ആ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വന്നത്. ഓക്കെ, 3 ക്ലാസിഫിക്കേഷൻ: igneous, sedimentary and metamorphic. So first one is aggregates from igneous rock. Aggregate from igneous rocks ആണ് നമ്മൾ റോക്സ് നിന്ന് എടുക്കുന്ന എഗ്രിഗേറ്റ് ആണ്. ആ igneous rocks നിന്ന് എടുക്കുന്ന എഗ്രിഗേറ്റ് നമുക്കറിയാലോ, കുഞ്ഞു കുഞ്ഞു മെറ്റൽ പീസസ് ആയിട്ട് അല്ലെങ്കിൽ കല്ലുകൾക്കാണ് ദേ ആർ ആക്ച്വലി നോർമലി ഹാർഡ്. ഓക്കെ, ഹാർഡ് ആണ്, ടഫ് ആണ്, അതുപോലെ തന്നെ ഡെൻസർ ആയിരിക്കും igneous റോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എഗ്രിഗേറ്റ്സ്. ആൻഡ് ദേ മേ ബി acidic or basic depending upon the percentage of silica content. Silica content നമ്മളുടെ ഈ എഗ്രിഗേറ്റിൽ ഉണ്ടാവുന്ന സിലിക്ക കണ്ടന്റിന്റെ പെർസെൻറ്റേജിനനുസരിച്ച് അത് അസിഡിക് ആവാം അല്ലെങ്കിൽ ബേസിക് ആവാം. ഓക്കെ, ആൻഡ് കെമിക്കലി ആക്റ്റീവ് കോൺക്രീറ്റ് എഗ്രിഗേറ്റ് ആൻഡ് ഷോ എ ടെൻഡൻസി ടു റിയാക്ട് വിത്ത് ആൽക്കലീസ് ഇൻ ദ സിമെന്റ്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, ഈ ഇഗ്നിയസ് റോക്സ് നിന്ന് ഉണ്ടാവുന്ന എഗ്രിഗേറ്റ്. സോ ദേ റിയാക്ട് വിത്ത് ആൽക്കലീസ് ഇൻ ദ സിമെന്റ്. നമുക്കറിയാം സിമെന്റിൽ ആൽക്കലീസ് പ്രസന്റ് ആണ്. അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ, നമ്മൾ ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ റിയാക്ഷൻ സംഭവിക്കും. ഇറ്റ് മേക്സ് ഹൈ സാറ്റിസ്ഫാക്ടറി കോൺക്രീറ്റ് എഗ്രിഗേറ്റ്. ഈ ഇഗ്നിയസ് റോക്സ് നിന്ന് ഉണ്ടാവുന്ന എഗ്രിഗേറ്റ് ഒരു നല്ലൊരു കോൺക്രീറ്റ് മേക്ക് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ്രിഗേറ്റ്സ് ആണ്. And the second one is aggregates from the sedimentary rocks. These rocks are subjected to weathering. നിങ്ങൾക്കറിയാം sedimentation, weathering through കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നതാണ് സെഡിമെൻ്ററി റോക്സ്. നമുക്കറിയാം സണ്ണിൻ്റെ ഏജൻസി അല്ലെങ്കിൽ റെയിൻ അല്ലെങ്കിൽ വിൻഡ്. വെതറിങ് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്. വെതറിങ് ഏജൻസ് ആണ് ഈ സണ്ണ്, റെയിൻ, വിൻഡ്. ത്രൂ വെതറിങ് സംഭവിച്ചിട്ടാണ് സെഡിമെൻ്ററി റോക്സ് ഉണ്ടാവുന്നത്. ദീസ് വെതറിങ് ഏജൻറ്റ്സ് ഡീകമ്പോസ്, ഫ്രാഗ്മെൻറ്റൈസ്, എവിടെയെങ്കിലും ഒന്ന് സെറ്റിലായി ഡീകമ്പോസ് ചെയ്തിട്ട് അത് പിന്നെ പൊടിഞ്ഞ് പോയി ഫ്രാഗ്മെൻറ്റൈസേഷൻ സംഭവിച്ച് അത് പിന്നെ ട്രാൻസ്പോർട്ട്, ഏതെങ്കിലും ഏജൻറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും ദ പാർട്ടിക്കിൾസ് ഓഫ് റോക്ക്. അങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മുടെ സെഡിമെൻ്ററി റോക്സ്. ഓക്കെ, ദി ക്വാളിറ്റി ഓഫ് എഗ്രിഗേറ്റ് ഡിറൈവ് ഫ്രം സെഡിമെൻ്ററി റോക്സ് വേരി ഇൻ ക്വാളിറ്റി ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിമെൻറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് ദി പ്രഷർ അണ്ടർ വിച്ച് ദീസ് റോക്സ് ആർ ഒറിജിനലി കോമ്പാക്റ്റഡ്. ഓക്കെ, sedimentary rocks vary from soft to hard, porous to dense, and light to heavy. And the third one is aggregates from metamorphic rock. Metamorphic rock എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are subjected to high temperature and pressure. അങ്ങനെ ഫോം ചെയ്യുന്ന മെറ്റമോർഫിക് റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ changes ഇങ്ങനെ നമ്മൾ subjected to high temperature and pressure which cause this metamorphism which changes the structure and texture of the rocks. Metamorphism എന്ന് പറഞ്ഞാൽ ചേഞ്ച്, അതിൻ്റെ പ്രോപ്പർട്ടി തന്നെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ,
മെറ്റമോർഫിക് റോക്ക് ഷോ ഫോളിയേറ്റഡ് സ്ട്രക്ചർ ആണ് കാണിക്കുക. അതേപോലെ തന്നെ മെനി മെറ്റമോർഫിക് റോക്സ് മെയിൻലി ക്വാഡ്സൈറ്റ് എക്സാമ്പിളാണ്. മെറ്റമോർഫിക് റോക്സിൻ്റെ എക്സാമ്പിളാണ് ക്വാഡ്സൈറ്റ്, ഗ്നസിസ്. അതൊക്കെ നമ്മൾ കോൺക്രീറ്റിൽ എഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ.